വൈദക്കുൽത്തും യാ മൂസാ ലൻ നസ്ബിറ അലാ തആമിൻ വാഹിദ്. ഇതാണ് നമ്മൾ വിശദീകരിച്ചത്. തആമുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ മാത്രമുള്ള അവന്റെ ബുദ്ധി ചെന്നെത്തേണ്ട സമായിയായ ഉന്നതമായ ലോകത്തിൽ നിന്ന് ഇറങ്ങുന്ന ഭക്ഷണമാണ്, അറിവാണ് ഈ തആമുൻ വാഹിദ്. ഇത് ഞങ്ങളുടെ ബുദ്ധിക്ക്, ഞങ്ങളുടെ ആത്മീയതക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് അവരുടെ ആവശ്യം. അവരുടെ പറയുന്നത് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഞങ്ങൾക്ക് അർലിയായ ഫുഡ് വേണം, സമായിയായ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടെന്നാ പറയുന്നത്. ഫിറഔന്റെ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഫിറൗന് അഖലതയിലല്ല അർലീന, ഭൂമിയിൽ ശാശ്വതനാകാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ അമ്പത്താന്ന് പറഞ്ഞ മുളപ്പിക്കലല്ലേ നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. അതാണ് ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുന്നതല്ലേന്ന് ചോദിക്കണ്ട. അത് വല്ലാഹു അമ്പത്തക്കും മിനൽ അർളി നബാത്താന്ന് പറയുന്നുണ്ട് അല്ലേ? അള്ളാഹു അമ്പത്തക്കും മിനൽ അർളി നബാത്താന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹു ഭൂമിയിൽ നിന്നാണോ മുളപ്പിച്ചുണ്ടാക്കുന്നത്? മറിയമിനെ അമ്പത്തിയാ ചെയ്യണത്, മറിയമിനെ മുളപ്പിക്കുക ചെയ്യണത്. അതും ഭൂമിയിൽ നിന്ന് മുളച്ചു, പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളക്കാന്നല്ലാത്ത ഈ അമ്പത്താന്ന് കേൾക്കുമ്പോഴത്തേനാണ് ഇവര് പറയുന്നത് ഭൂമിയിൽ നിന്ന്. അപ്പൊ ഈ ചെടികൾ മുളക്കണം എന്നല്ലേ ഇവിടെ പറയണെന്നാണ് ചോദിക്കണത്. ഭൂമിയിൽ നിന്നല്ല, അവന്റെ ബുദ്ധിയിൽ നിന്നാണ് ഈ മുളക്കുന്നത്. ആ ബുദ്ധിപരമായ അറിവിൽ ഇവൻ ശാശ്വതനാകാനാണ് ശ്രമിക്കുന്നത്. ഇവന് ചുരുക്കി ഞാനത് നിങ്ങൾക്ക് പെട്ടെന്ന് പറയും, സമായിയായ ഫുഡ് വേണ്ട, ഞങ്ങൾക്ക് അർലിയായ ഫുഡ് മതി എന്നാ പറഞ്ഞു. അതായത് ഉന്നതമായ ആത്മീയതയുടെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടെന്ന. ഞങ്ങൾക്ക് ഈ ബുദ്ധിപരമായ, ബുദ്ധിയാണ് ഇവന്റെ ഒരറിവ്, അതിൽ നിന്നുണ്ടാകുന്ന അറിവ് മാത്രം മതി ഞങ്ങൾക്ക് എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതാണ്. എന്നിട്ടാണ് പറയുന്നത് ബക്കല് വേണം, സാവ് വേണം, ഹൂമ് വേണം, അദസ് വേണം, ബസല് വേണം, 5 എണ്ണം വേണം ഞങ്ങൾ. ബക്കല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. ബക്കല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിൽഡിങ് കെട്ടണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെ, അത് എങ്ങനെ കയറ്റണം എന്നുള്ളത്. ഒരു കെട്ടിടം കെട്ടുമ്പോൾ അതിനൊരു ആ ഒരു കെട്ടിടത്തിന്റെ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കെട്ടിടം നമ്മൾ ആദ്യം കെട്ടണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ചുള്ള ചിന്ത, ഉന്നതമായ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഈ ബക്കല് എന്ന് പറഞ്ഞാൽ. ബക്കല് ലക്കബ് എന്ന് പറഞ്ഞാല് ഒരാൾ ബക്കലിനെ തിരിച്ചിട്ടാൽ ലക്കബ് എന്നാണ്. ലക്കബ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലക്കബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ നാമം കിട്ടണേനാണ് ലക്കബ് എന്നാണ്. അബൂബക്കറിന് സിദ്ദീഖ് എന്നുള്ളതാണ് ലക്കബ്, ഉമറിന് ഫാറൂഖ് എന്നുള്ളതാണ് ലക്കബ്. സ്ഥാനപ്പേര് എന്നാണ് അതിനെ പറയുന്നത്. ഒരാൾക്ക് ലക്കബ് ഉണ്ടാവും, സ്ഥാനപ്പേരുണ്ടാവും, ഓമനപ്പേരുണ്ടാവും, നിക്ക് നെയിം ഉണ്ടാവും, പെറ്റ് നെയിം ഉണ്ടാവും, പെൻ നെയിം ഉണ്ടാവും, തൂലികാനാമം പെൻ നെയിം ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. ഒരാൾക്ക് സ്ഥാനപ്പേര് കിട്ടുന്നത് അത് ഉന്നതമായ വിശേഷണമാണ്. അത് സ്ഥാനപ്പേര്, അതിന് ലഖബ് എന്നാണ് അറബി പറയാം. ലഖബ്, ലഖബാണ് ബഖല് എന്ന് പറഞ്ഞാൽ ഉന്നതമായ ചിന്തകളെ, ആ വിഷയത്തെക്കുറിച്ച് ആദ്യം ഉന്നതമായ ചിന്തകളെ അവന്റെ ബുദ്ധിയിലേക്ക് അവൻ കൊണ്ടുവരണം. അതാണ് ബഖല്. ഞങ്ങൾക്ക് അങ്ങനെ ബുദ്ധിപരമായ ചിന്തകൾ നിന്നുണ്ടാകുന്ന വിജ്ഞാനങ്ങളും അത് ഞങ്ങൾക്ക് എന്നാണ് അവർ പറയുന്നത്. സമായിയായ നിന്റെ ഫുഡ് വേണ്ട. ബക്കല് കിസ്താഹ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട വസ്തുക്കൾ. ഇപ്പൊ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വന്നാൽ പിന്നെ അതിന് വേണ്ട മെറ്റീരിയൽ ഒരുമിച്ച് കൂട്ടലാവും. അതാണ് കിസ്താഹ്. അതിന് വേണ്ട മെറ്റീരിയലുകൾ, തഹ്ലീറുൽ മവാദ്, അതിന് വേണ്ട മവാദുകൾ, മെറ്റീരിയലുകൾ ഒരുമിച്ച് കൂട്ടുക, അതുണ്ടാക്കണം ഞങ്ങൾക്ക്. ഭൂമിഹ അതിന്റെ പൂർത്തീകരണമാണ്. അതിന് മുസ്തൽസമാത്തായ അനിവാര്യമായ ഘടകങ്ങൾ എന്തൊക്കെ വേണോ അതിന്റെ പൂർത്തീകരണം 3ാമത്തെ ഘട്ടം. അദസിഹ എന്ന് പറഞ്ഞാൽ ആ വീടുണ്ടാക്കി അത് നമ്മുടെ മശിഹദിലേക്ക് നമുക്ക് കാണത്തക്ക രൂപത്തിൽ ആ വസ്തുവിനെ കൊണ്ടുവരിക. കമാലും നെളറ്, അതാണ് അദസ്. അതിന്റെ കാഴ്ചയുടെ പൂർണ്ണതയിലേക്ക് ആ വസ്തുവിനെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുക. അപ്പൊ ബഫല് എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും, ബഫലിനെ സ്വലബ് എന്നാണ്. ബഫല് എന്ന് പറഞ്ഞാൽ സ്വലബ്. സ്വലബ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ചിന്താപരമായ നമ്മളെ ചങ്ങലക്കിടുക. അതാണ് ഈസയെ അവർ സ്വലബ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ്. ഒമാ ഖതലൂഹു ഒമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും എന്ന് പറഞ്ഞത് അതാണ്. ഈസയെ അവർ ഖത്ല് ചെയ്യുകയോ സ്വലബ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതാണ് സ്വലബ്, ബഫല്. ബഫല് എന്ന് പറഞ്ഞാൽ നമ്മെ ആ വിജ്ഞാനത്തിൽ ഇനി തിരിച്ചു കൊണ്ടുപോയി അതിനെ ചങ്ങലക്കിടത്തക്ക രൂപത്തിൽ, അതിൽ തളച്ചിടത്തക്ക രൂപത്തിൽ, ഒരിക്കലും അതിലേക്ക് മടങ്ങാത്ത രൂപത്തിലുള്ള വിജ്ഞാനങ്ങൾ ഞങ്ങൾക്ക് തരണം. അത് ഇതും കഴിഞ്ഞിട്ട് പൂർണ്ണതയാണ്. ഈ 5 മേഖലയിലൂടെ ഞങ്ങൾക്ക് കടന്നുപോയെങ്കിലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. അല്ലാതെ നിന്റെ ആത്മീയമായ, ഉന്നതമായ, റൂഹിയായ
റൂഹിയായ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടാന്നാ പറയാം. അഖിലിയായ ഫുഡ് മതി ഞങ്ങൾക്ക് എന്നാണ്. അതാണ് ഞങ്ങളുടെ ബുദ്ധിയാവുന്ന അറിവിൽ നിന്ന് മുളച്ചുണ്ടാവുന്ന അറിവുകൾ, അതാണ്, അത് മതി ഞങ്ങൾക്ക് എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ആത്മീയമായ സമായിയായ ഫുഡ് ഞങ്ങൾക്ക് വേണ്ടാന്നാ, റൂഹിയായ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കത് ദഹിക്കൂല. ഞങ്ങൾക്ക് ദഹിക്കുക ഈ അറിവ് ഞങ്ങളുടെ ദിമാഗിൽ നിന്ന്, ഞങ്ങളുടെ അഖിലിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്ന അറിവുകൾ മതിയെന്ന. ഇന്ന് ചില ആളുകൾ അവകാശപ്പെടുന്നത് അതാണ്, അത് മതിയെന്ന്. അത് മനുഷ്യത്വത്തിന്റെയും സ്നേഹത്തിന്റെയും മാനവികതയുടെയും ഉന്നതിയിലേക്ക് എത്തിക്കാൻ പര്യാപ്തമല്ല അത്.